back to our channel. This പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്ത്യയിലാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്നപ്പോൾ എനിക്ക് ബോർ അടിച്ചുകൊണ്ടാണ്. അപ്പോൾ വെറുതെ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും ടൈം വേസ്റ്റ് ചെയ്ത് വീഡിയോയിലേക്ക് എടുക്കാം. ഞാൻ ചെമ്പരത്തി 3 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ചെമ്പരത്തിൻ്റെ ഇല ഞാൻ 6 എണ്ണം എടുത്തിട്ടുണ്ട്. ഇല പീസസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇലച്ചെടി 5 എണ്ണം എടുത്തിട്ടുണ്ട്. വെള്ളം എക്സ്ട്രാ ആവശ്യത്തിനായിട്ട് അതിനായിട്ടാണ് ഞാൻ വെള്ളം എടുത്ത് വെച്ചത്. ഞാൻ ഈ ചെമ്പിൽ ഓൾറെഡി ഇത്തിരി വെള്ളം ഒഴിച്ചു വെച്ചിരുന്നു. പണ്ടത്തെ എൻ്റെ അമ്മമ്മേൻ്റെ കയ്യിലും ചട്ടിയുമാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. പണ്ടത്തെ മണ്ണെണ്ണ സ്റ്റൗ വെച്ചിട്ടാണ് ഇന്ന് ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് ഈ ഹോളിൽ കൂടെ മണ്ണെണ്ണ ഒഴിച്ചു കൊടുക്കണം. പിന്നെ നമുക്ക് ഈ സാധനമല്ലേ, ഈ സാധനം ഇങ്ങനെ പൊന്തിച്ചു കൊടുക്കണം. എന്നിട്ട് ഈ ഒരു ഹോളില്ലേ അത് കൂടെ നമുക്ക് തിരി കത്തിച്ചു കൊടുക്കണം. എന്നിട്ട് ഈ നമുക്ക് കുക്കിങ്ങിലേക്ക് എടുക്കാം. ഫസ്റ്റ് ഞാൻ ഒരു ചെമ്പരത്തി എടുത്തിട്ട് അത് പീസ് ആക്കിയിട്ട് ഇടാൻ പോവാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ തണ്ട് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ അത് കളയാം. ഞാനിപ്പോൾ ആ തണ്ട് എടുക്കുന്നില്ല. ഇടാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി വേണമെങ്കിൽ നമുക്ക് പിന്നെ ഇടാം. ഓക്കെ, അപ്പോൾ എനിക്ക് ഇനിയും വേണം. ഇത് ഞാനൊന്നും കൂടി എടുക്കുന്നുണ്ട്. പിന്നെ ഞണ്ട് പോക്കണം കേട്ടോ. ചില ആൾക്കാർക്ക് ഇഷ്ടമുണ്ടാവും അത്. എന്നാൽ നമുക്ക് അത് എടുക്കാം, അല്ലെങ്കിൽ നോക്കാം. നമുക്ക് നന്നായിട്ട് ഞാൻ ചെമ്പരത്തിൻ്റെ എണ്ണയാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഒന്നെണ്ണ എടുത്ത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയാക്കി ഇടാം, അല്ലെങ്കിൽ ചെറിയ ചെറിയ പീസസ് ആക്കി ഇടാം. ഞാൻ ചെറിയ പീസസ് ആക്കിയാണ് ഉള്ളത്. അപ്പം ഞാൻ ഒന്ന് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ എന്താ വെച്ചാൽ ഇതിനെല്ലാം കൂടി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും എനിക്ക്. ഞാൻ ഇത്തിരി ഇടുന്നുള്ളൂ. നമുക്ക് ഓരോ ടേസ്റ്റിനായിട്ടാണ് ഇടുക. അപ്പം ചെമ്പരത്തിക്ക് നല്ല ഔഷധമുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇത്തിരി കൂടുതലാക്കിയിട്ടുണ്ട്. എന്താ വെച്ചാൽ എൻ്റെ ചേട്ടനും ഓക്കെ എടുത്തിട്ടുള്ള കവുങ്ങിൻ്റെ ഇലയാണ്. ഇനി നമുക്ക് എങ്ങനെ ആക്കിയിടാം, അല്ലെങ്കിൽ പീസസ് ആക്കിയിടാം. അപ്പം ഞാൻ പീസസ് ആക്കിയാണ് എന്നെ. ഇത് കിട്ടണമെങ്കിൽ ഇത്തിരി പാടാണ് കേട്ടോ. എനിക്കിത് കിട്ടുന്നില്ല. നമ്മളെ ഇഷ്ടം പോലെ നമുക്ക് ഇടാം കേട്ടോ. ഇനി നമ്മൾ എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾക്ക് ഗ്യാസ് കൂട്ടിയിട്ടോ. ഇനി നമുക്ക് ശംഖുപുഷ്പം, വെള്ള ശംഖുപുഷ്പം എടുത്തിട്ട് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ എനിക്കൊരു കാര്യം പറയണ്ട, ഈ ശംഖുപുഷ്പം നമ്മൾ ഇങ്ങനെ ചായയിലും അങ്ങനെയൊക്കെ ഇട്ട് കുടിക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇത് വയറ്റിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതൊക്കെ പോക്കാൻ ശംഖുപുഷ്പം നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമുക്കത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്കത് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇനി നമുക്കത് നന്നായിട്ട് ഇതാണ് കിച്ചു. ഇതാണ് കിച്ചു. കിച്ചു എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഇവിടെ, എന്താണെന്ന് അറിയില്ല. ഇനി ഇങ്ങോട്ട് അതിലൊരു പൂ ഉണ്ടോ കൈ കൊടുക്കും. കയ്യിൽ കഷ്ണം കൊടുത്താൽ അതിലിടാൻ പറയുന്നോട്. അതിലിട്. കുഞ്ഞു കായ
ഒന്നായിട്ടല്ല മോനെ അങ്ങനെ ഓരോ കഷ്ണം മോള് കൊടുക്കും എൻ്റെ കയ്യിൽ ഓരോ കഷ്ണം പിന്നെ ചേച്ചി ഇത് മുറിച്ചിട്ട് അയക്കിട് അപ്പൊ ചിച്ചു അയക്കിട്ടോണ്ടിരിക്കുകയാണ്. ഞാനിത് കേട്ടോ അത് നമുക്ക് ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഇടണം കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട്. ഇത്രയുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ആളെന്ന് പ്രസ് ചെയ്യാൻ നമുക്കത് ഒരു പുതിയ വീഡിയോ ഇട്ട് വരുന്നേക്കും. ടാറ്റാ ബൈ ബൈ. ഇത്രയുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ആളെന്ന് പ്രസ് ചെയ്യാൻ നമുക്കത് പിന്നെ നമുക്കൊരു